എബ്രാഹാമാണല്ലോ ഉടമ്പടി ഉഴപ്പിയ ആൾ. സെൻറ്റ് പോളിൻ്റെ കാലത്ത് മാതാവ് എൻ്റെ അധ്യായമയെക്കുറിച്ച് ജോണിനെ പോലെ സെൻറ്റ് പോളിനെ അറിയത്തില്ലായിരുന്നു. വിശുദ്ധ യോഹന്നാനെ പോലെ വിശുദ്ധ പൗലോസിന് മാതാവിനെക്കുറിച്ചൊരു ഗ്രാഹ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് കാലഹരണപ്പെട്ട ഒരു വിശ്വാസത്തിൻ്റെ പ്രതീകത്തെ പുള്ളിക്കാരൻ ഉയർത്തിക്കൊണ്ട് വന്നത്. എബ്രാഹാം ഒരു പ്രാദേശിക കാലത്ത്, അങ്ങയുടെ കാലത്ത് മാത്രം പറ്റുന്നൊരു മാതൃകയാണ്. അങ്ങയുടെ കാലത്ത് മാത്രം, വിശ്വാസത്തിൻ്റെ എക്കാലവുമല്ല ഒരു കാലാതീത മാതൃകയല്ല എബ്രാഹാം. അങ്ങയുടെ കാലത്ത് മാത്രം കൊള്ളാവുന്ന ഒരു മാതൃകയാണ്. പക്ഷെ മാതാവ് വിശ്വാസത്തിൻ്റെ കാലാതീത മാതൃകയാണ്. ശ്രുതികട്ടെ ശ്രുതികട്ടെ. പിന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അമ്മ ഉടമ്പടി ഒരിക്കലും ഉഴപ്പിയിട്ടില്ല. എബ്രാഹാം ഇടക്ക് ഉഴപ്പി. എപ്പോഴാണ് ഉഴപ്പിയത്? ലോത്തിൻ്റെ പെമ്മക്കളൊക്കെ ജിന്ന് പാർട്ടിയായിരുന്നല്ലോ. നമുക്ക് അറിയാമല്ലോ, കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞ കാര്യമില്ല. ലോകത്തിനുണ്ടായ സന്താനങ്ങളൊക്കെ ജിന്ന് പാർട്ടിയായിരുന്നു. എന്തെല്ലാം കലാപരിപാടി കാണിച്ചതെന്ന് നമുക്ക് ബൈബിളിലുണ്ട്. അത് നമുക്കിവിടെ വിവരിക്കേണ്ട കാര്യമില്ല. അവരത്ര കണ്ട് അവരെ നമ്പാൻ പറ്റത്തില്ലെന്ന് സാറാച്ചെടുത്തേക്ക് മനസ്സിലായി. ഇനി ഇവരുടെ മക്കളുമൊക്കെ ഇയാളുടെ ലോകത്തിൻ്റെ ആൾക്കാരുമൊക്കെ വേലക്കാരുമൊക്കെ വില്ലന്മാരാണ്, തമ്മിലടിയാണ് എപ്പോഴും. എബ്രാഹത്തിൻ്റെ ആൾക്കാരോട് തമ്മിലടിയാണ്. സാറയുടെ സമാധാനം പോയി. അങ്ങനെയാണ് ഉടമ്പടി ഉഴപ്പാൻ കാരണം. സാറ പറഞ്ഞ് ഇങ്ങനെ പോയാൽ നമുക്ക് സ്വന്തമായിട്ട് മക്കളില്ലല്ലോ, ഹാഗറില്ലേ, അവളെ പ്രാപിക്കുക, മക്കളുണ്ടാക്കട്ടെ, അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണത്, ഇത് കണ്ടില്ലേ കളി എന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യനെ പ്രാന്ത് കയറ്റി എബ്രാഹാം ഉടമ്പടി ഉഴപ്പി. അതിൻ്റെ ഫലമാണ് എബ്രാഹാം അനുഭവിക്കുന്നത്. എബ്രാഹാം അനുഭവിച്ച ആ സന്തതി ഇസ്മായിലിനെ കൊണ്ട് എബ്രാഹാം അനുഭവിച്ച ഇല്ല, അതിനെ പറഞ്ഞു വരേണ്ടി വന്ന്. ഹാഗർ അവിടുത്തെ ജോലിയൊക്കെ മര്യാദക്ക് ചെയ്തുകൊണ്ട് നടന്നൊരു പെണ്ണ്. അവിടെ ജോലി പോലും നടത്തി അതിൻ്റെ ഒരു ആനുകൂല്യത്തിലാണ് ഈ എബ്രാഹാം സാറായും ജീവിച്ചത് ഇല്ലേ. ഉടമ്പടി തെറ്റിച്ചപ്പോൾ എന്നാ പറ്റി? അവളുടെ ജോലി നഷ്ടപ്പെട്ട് അവളെ വീട്ടിൽ നിർത്താൻ പറ്റാത്ത രീതിയിലായി. എന്താണ്? അനുഭവിക്കാൻ യോഗ്യതയില്ലാതെ. ഇസ്മായിൽ ജനിച്ചപ്പെട്ട് വല്ല കാര്യമുണ്ടോ? ഇസ്മായിലിനെ കൊണ്ടും അനുഭവിക്കാൻ പറ്റാതെ. അതായത് നിങ്ങൾ ഉടമ്പടി ഇപ്പം തന്നെ ഈ അനുവിന് എന്താ സംഭവിച്ചിരിക്കണത്? അനുവിന് ഉടമ്പടി 3 പ്രാവശ്യം ഉഴപ്പി. പക്ഷേ ദൈവം കുഞ്ഞിനെ കൊടുത്തു. ദൈവം 2 തിമോത്തി 3:13 അനുസരിച്ച് കൊണ്ട് നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോൾ ദൈവം വിശ്വസ്തനായിരുന്നു. പക്ഷേ അനുഭവിക്കാൻ യോഗ്യതയില്ല. എന്താ കാര്യം? 6-ാം മാസത്തിൽ പ്രസവിച്ചതാണ്. അതാണ് പ്രശ്നം. അനുവിൻ്റെ പ്രശ്നം അതാണ്. കുഞ്ഞിനെ 6-ാം മാസത്തിൽ പ്രസവിച്ചു. 6-ാം മാസത്തിൽ പ്രസവിച്ചപ്പോൾ എന്താണ്? 800 ഗ്രാമാണുള്ളത്. ഉടമ്പടി ഉഴപ്പിയെന്ന് പറഞ്ഞാൽ ദൈവം തരാതിരിക്കത്തില്ല. പക്ഷേ നമുക്ക് അനുഭവിക്കാനുള്ള യോഗ്യത ഉണ്ടാകത്തില്ല. അനുഗ്രഹം കിട്ടും, പക്ഷേ അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകത്തില്ല. എന്താ കാണാം? 6-ാം മാസത്തിൽ പ്രസവിച്ചു. 6-ാം മാസം പ്രസവിച്ചാൽ കുഴപ്പം എന്താ? ഇൻക്യുബേറ്ററിൽ കൊണ്ടേ കൊച്ചിനെ വെച്ചു. പക്ഷേ ഇൻക്യുബേറ്റർ വെക്കണത് നമുക്കറിയാമല്ലോ, ഒരു 1200 ഗ്രാമെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ശ്വസിക്കണേ കുഴപ്പമില്ല. ഇത് ശ്വാസകോശം പോലും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. അതുകൊണ്ട് ഇൻക്യുബേറ്റർ കിടന്നിട്ട് പിന്നെ വെന്റിലേറ്ററും വെച്ച് രണ്ടും കൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞായാലും മരിച്ചു പോകുന്ന ഉറപ്പായി. കുഞ്ഞ് മരിച്ചത്, അതായത് ഇവക്കത് അനുഭവിക്കാൻ യോഗ്യതയില്ല. പക്ഷേ ഇവള് ഒക്കെ ഉണ്ടായിരുന്നൊരു ഗുണം, ഈ കൊച്ചിനെ അവൾ എഴുതി തള്ളി. കൊച്ച് മരിച്ചതായിട്ട് കണക്കാക്കി. ആശുപത്രി തന്നെ താമസിക്കണേ. കുഞ്ഞുങ്ങളുടെ വാർഡിൽ താമസിക്കുകയാണ്. പിന്നെ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് പിന്നെ വെന്റിലേറ്ററിൽ കിടപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കുഞ്ഞെ കിട്ടത്തില്ലെന്ന് ഉറപ്പാണ്. കാര്യം 800 ഗ്രാം എന്ന് പറയുമ്പോൾ 1 കിലോ ഇറച്ചി എന്തുമാത്രം ഉണ്ടാവും? കുഞ്ഞ് തൊടാൻ പോലും പറ്റത്തില്ല. നമ്മുടെ കയ്യെ പോരും കൊച്ച്, കയ്യെ തോണ്ടിപ്പോരും. ആ രൂപത്തിലെ അവസ്ഥ. അപ്പോൾ ഈ കുഞ്ഞിനെ ഇവളെ ഉപേക്ഷിച്ചെങ്കിലും ദൈവം കുഞ്ഞിനെ ഉപേക്ഷിച്ചില്ല. അതാണ് വിഷയം. അതാണ് തിമോത്തി 2:13 എന്താണ്? നമ്മൾ കുഞ്ഞിനെ ഉപേക്ഷിച്ചപ്പോൾ നമ്മൾ അവിശ്വസ്തരായി. പക്ഷേ ദൈവം എന്ത് ചെയ്ത്? ദൈവം കുഞ്ഞിനെ മുമ്പത്തേക്കാൾ ഫ്രഷായി കൊണ്ടുവന്നു. അപ്പോൾ നഴ്സുമാർ പറഞ്ഞു, ഇത് 21 കുട്ടികളെ ഇതിൻ്റെ ഈ വാർഡിലുണ്ട്, പലരും മരിച്ചു മാറുകയാണ്. പക്ഷേ നിങ്ങളുടെ കുഞ്ഞിന് എന്തോ ഒരു ഗുണമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അത് പിന്നെയും ചാടി വരികയാണ് ജീവിതത്തിലോട്ട്. അപ്പോൾ ഇവർക്കൊരു പ്രത്യാശയായി. ഉടമ്പടി ഉഴപ്പിയാനും ഒരു പരിപാടി ചെയ്തത് എൻ്റെ കഴിവല്ലെന്ന് മനസ്സിലായി. കണക്കിന് ഡോക്ടർമാർ പറഞ്ഞു കൊച്ചു മരിക്കേണ്ട സമയം കഴിഞ്ഞെന്ന് പറയും. ഇപ്പം ഞങ്ങൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പോകുന്ന കൊച്ചിന് സ്വന്തമായിട്ട് ശ്വസിക്കാൻ പറ്റുമെന്ന്. അത് മാറുകയാണ്, പെട്ടെന്നാണ് കാര്യം മാറുന്നത്. ഈ 800 ഗ്രാമുള്ള കൊച്ച് 1200 പെട്ടെന്ന് വെന്റിലേറ്ററിൻ്റെ കൊച്ചിനെ മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇവൾക്ക് മനസ്സിലായി. എന്താ ഇവങ്ങനെ മാറ്റാൻ കാര്യത്തിൽ ഇവളെ കൃപാസന മാതാവിൻ്റെ 10 ഫോട്ടോ വെട്ടിയെടുത്ത് അമ്മയാണ് ഇടപെട്ടിരിക്കുന്നത്. ഇവളുടെ കയ്യിൽ നിന്ന് കാര്യം പോയി. നിങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യം പോയാലും അമ്മയുടെ കയ്യിൽ നിന്ന് കാര്യം പോകത്തില്ല, ഓർക്കണം. ഞാൻ ചില ആൾക്കാർ യൂണിവേഴ്സിറ്റി റിജക്റ്റ് ചെയ്ത് ചില ആൾക്കാർ പറയും എൻ്റെ അച്ഛാ ഈ പ്രാവശ്യം മൊഡ്യൂൾസ് പോയെന്ന് പറയും. ഇപ്പം ഞാൻ നിൽക്ക് എന്ന് പറയും. എന്താ കാര്യം? നമ്മുടെ കയ്യിൽ നിന്നല്ലേ മൊഡ്യൂൾസ് പോയുള്ളൂ.
ചില വന്നിട്ട് എൻ്റെ പറയും IELTS-ൻ്റെ MOH അതൊക്കെ എഴുതുമ്പോൾ എൻ്റെ ഈ പ്രാവശ്യം മുടിപിടിച്ച് പോയെന്ന് പറയും. ഞാൻ നിൽക്കുമോളെ എന്ന് പറയും. എന്താ കാര്യം? നിൻ്റെ കയ്യിൽ നിന്നാണ് ഇത് പോയിരിക്കുന്നത്. അമ്മയുടെ കയ്യിൽ എൻ്റെ ഒരു ഉടമ്പടിക്ക് 2 പേരുണ്ടല്ലോ. അതാണ് ഈ സാധാരണ നൊവേനയും ജപമാലും സാധാരണ പ്രാർത്ഥനയും ഉടമ്പടി എന്നുള്ള വ്യത്യാസം. നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും ഒരു പിടി അമ്മയുടെ കയ്യിലുണ്ടാവും. അതാണ് ഈ അനുവിൻ്റെ കൊച്ചിന് സംഭവിച്ചത്. അനുവിൻ്റെ കൊച്ചു എന്താ പറയണത്? കുഞ്ഞിനെന്താ പറയണത്? ഇവളുടെ കയ്യിൽ നിന്ന് പോയി, ഇവളുടെ പ്രാർത്ഥന നിർത്തി ആ കൊച്ചിൻ മരിച്ചതായിട്ട് കണക്കാക്കിയോളൂ. പക്ഷേ കണക്കാക്കേണ്ട അവളെ കണക്കാക്കിയിട്ടില്ല, അമ്മ കണക്കാക്കിയിട്ടില്ല. അമ്മയുടെ കുഞ്ഞല്ലേ. അതുകൊണ്ടാണ് അവളൊരു പണി ചെയ്തത്. ഇവളുടെ കയ്യിൽ നിന്ന് പോയെങ്കിലും കുഞ്ഞ് അവിടെ വാർഡിലുള്ള അബുദാബി ആശുപത്രിയിലുള്ള കുഞ്ഞുങ്ങളെക്കാൾ ഫ്രഷായിട്ട് വരണം കണ്ടപ്പോൾ ഇത് ഡോക്ടർ പറഞ്ഞ് നാളെ മറ്റന്നാളെ വെന്റിലേറ്റർ മാറ്റാമെന്നാണ് തോന്നണം കേട്ടോ, ഇൻക്യുബേറ്റർ മാത്രം മതിയായിരിക്കും എന്ന് പറഞ്ഞ്. കാരണം കുഞ്ഞ് ഭയങ്കര ഗ്രോത്ത് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവളെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർ കൃപാസന മാതാവിൻ്റെ പടം ഒന്ന് വെട്ടിയെടുത്തിട്ട് അത് ഈ ഉടമ്പടി കാശുരൂപം അതിനകത്ത് തുന്നിപ്പിടിപ്പിച്ചിട്ട് കൊച്ചിൻ്റെ തൊട്ടിൽ കൊണ്ടുപോയി ഈ ഉടമ്പടി കാശുരൂപം കൃപാസന മാതാവിൻ്റെ പടം കൂടി കൊച്ചിൻ്റെ അടുത്ത് വെച്ചിട്ട് അവിടെ പിൻ ചെയ്ത് വെച്ചും എഴുതി വെച്ച് ഇതാരും എടുത്തുകൊണ്ട് പോകരുത്, ഇത് കൃപാസന മാതാവാണ്, ഇത് ആരും എടുത്തുകൊണ്ട് പോകരുതെന്ന്. അപ്പോഴേ അവിടെയുള്ള വാർഡിലുള്ള എല്ലാവർക്കും മനസ്സിലായി ഇത് മാതാവിൻ്റെ കുഞ്ഞായത് കൊണ്ടാണ് ഈ കുഞ്ഞിങ്ങനെ സർവൈവ് ചെയ്ത് വരണം. കാര്യം 800 ഗ്രാമേ ഉണ്ടായിരുന്നു, ഇൻക്യുബേറ്റർ വെന്റിലേറ്റർ ഇരിക്കുന്ന കൊച്ചാണ്, സർവൈവ് ചെയ്ത് വരികയാണ്. കാര്യം എന്താണ്? അമ്മ കുഞ്ഞിൻ്റെ അമ്മ പിടിവിട്ടാലും യഥാർത്ഥ അമ്മ പരിശുദ്ധ അമ്മയാണ്, പിടിവിടത്തില്ല. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. ഉടമ്പടിയുടെ ഏറ്റവും വലിയ സെക്യൂരിറ്റി എന്ന് പറയണത് നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും ഇപ്പോൾ ജപ്തി ആകും വെച്ചാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നിൽക്കെന്ന് പറയും. പ്രാർത്ഥന മുടക്കരുത്, ഉഴപ്പരുത്. കാര്യം എന്താണ്? ഒരു വചനമാണ് 2 തിമോത്തി 2:13. എന്താണ്? നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അപ്പോൾ ദൈവം ആ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്തിരിക്കും. ദൈവത്തിൻ്റെ കപ്പാസിറ്റിയിൽ ചെയ്യണത്. അതുകൊണ്ട് നിങ്ങൾ സർവൈവ് ചെയ്യും. അതിൻ്റെ കാര്യം വെച്ചാൽ ഇത് ഉടമ്പടിയുടെ പാക്കേജിൽ ദൈവം അനാദികാലം മുതൽ നൽകിയിട്ടുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. നമ്മളത് പ്രാർത്ഥിച്ചും വിശ്വസിച്ചും വിശ്വസ്തത കാണിച്ചുമാണ് ഇത് പാലിക്കണത്. അപ്പോൾ അതോടുകൂടി ആൾക്കാരൊക്കെ വന്ന് കുഞ്ഞിനെ കാണാനും കുഞ്ഞിനെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാനും തുടങ്ങി. കൊച്ചു ഒക്കെ ഇവിടെ അതിന് കഴിഞ്ഞ ആഴ്ചയിലാണ് വന്നത് കൊച്ചിനെയും കൊണ്ട്. എന്ത് പൊടി, അതല്ല അടിപൊളി കൊച്ച്, സൂപ്പർ. നമ്മൾ ഒരിക്കലും പറയത്തില്ല ഇത് ഇറക്കമേ ഉണ്ടായുള്ളൂ. അതായത് ദൈവം തരുമ്പോൾ എല്ലാം പരിഹരിച്ചാണ് തരണത്. ദൈവം നിനക്ക് തരുമ്പോഴും എല്ലാം പരിഹരിച്ച് തരത്തുള്ളൂ. പിന്നെ അനു വിശ്വസ്തത കാണിച്ചു, മാതാവിനെ അക്സെപ്റ്റ് ചെയ്തു. ആ രൂപം കൊണ്ട് അവിടെ വെച്ച് കെട്ടിവെച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾ വിശ്വസ്തത, ദൈവത്തോട് വിശ്വസ്തത കാണിച്ചിട്ട് ഉടമ്പടി പ്രാർത്ഥന റീസ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കുഞ്ഞ് പിക്കപ്പ് ചെയ്ത് അവൾക്ക് ജീവനോടെ കിട്ടിയത്. എബ്രാഹത്തിന് സംഭവിച്ചത് അതാണ്. എബ്രാഹത്തിന് ഇസഹാക്കിനെ ബലിയർപ്പിക്കേണ്ടി വരത്തില്ലായിരുന്നേ. എബ്രാഹം ഇരന്ന് മേടിച്ചൊരു പണിയാണത്. സംഗതി പരീക്ഷണം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും വലിയ കാര്യത്തിലൊക്കെ നമ്മളത് കെട്ടിഘോഷിച്ച് എബ്രാഹത്തിൻ്റെ ബലിയെക്കുറിച്ച് പറയുമെങ്കിലും എബ്രാഹിം ആ സംഭവം ഇരന്ന് മേടിച്ചതാണ്. എന്താ കാര്യം എന്നറിയാവോ? അവനോട് ചെയ്ത ഉടമ്പടി അവൻ ഇടയ്ക്ക് വെച്ച് ഉഴപ്പി ആഗറിനെ പ്രാപിച്ചു. അതാണ് വിഷയം വന്നതിൻ്റെ അകത്ത്. അതുകൊണ്ട് എന്നാ പറ്റി? കർത്താവിൻ്റെ ഉടമ്പടിയെ ഉഴപ്പിയത് കൊണ്ട്, കർത്താവിനോട് വിശ്വസ്തത കാണിക്കാതിരുന്നത് കൊണ്ടും. പക്ഷേ ദൈവം എന്ത് ചെയ്ത്? ദൈവം അപ്പോഴും ആ ഉടമ്പടിയിൽ വിശ്വസ്തനായിട്ട് തന്നെ നിന്നു. ഇസഹാക്കിനെ കൊടുത്തു. കറക്റ്റല്ലേ? ഉറപ്പല്ലേ സംഭവം? 25 കൊല്ലം കഴിഞ്ഞപ്പോൾ ശരി 11ാമത്തെ കൊല്ലമാണ് ഹാഗറിൽ നിന്ന് ഇസ്മേൽ ജനിക്കണത്. ഉടമ്പടിയുടെ 11ാം കൊല്ലമാണ് ഹാഗറിൽ നിന്ന് ഇസ്മേൽ ജനിക്കണത്. ഇസ്മേലിനെ ജനിപ്പിക്കേണ്ട ഒരു കഥയും ഇല്ലായിരുന്നു. അത് ഈ സാറാച്ചേർത്തിക്ക് വിശ്വാസം ഇല്ലാത്ത കൊണ്ടുണ്ടായത്. അവരുടെ വിശ്വാസം ചിരിക്കണ വിശ്വാസമാണല്ല. വിശ്വാസത്തിൻ്റെ എന്ത് കേട്ടാലും ചിരിക്കണ, വായുമ്പോൾ ചിരിക്കണ കുറേ കഴുതകളുണ്ടല്ലേ, അതുപോലെ ഒരു സാധനമാണത്. അതാണ് ദൈവത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ അവൾ അകത്ത് കൂടാരത്തിൽ നിന്ന് ചിരിച്ചത്. പിന്നെ കണ്ണു പിടിച്ച് നോക്കിയപ്പോൾ പറഞ്ഞ് ഉടനെ തടിയൂരി. നീ തടിയൂരുകയൊന്നും വേണ്ട, ചിരിച്ചു. അതാ 18:15. നീ തടിയൂരണ്ട, ചിരിച്ചു. നീ എങ്ങനെ വിശ്വാസത്തിന് കൊഞ്ഞനം കാണിച്ചാൽ കൊഞ്ഞനം കുത്തിയതുപോലെ തന്നെ ഇരിക്കും. ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നീ ചിരിച്ചിരുന്നൊന്നും പറയണ്ട, നീ ചിരിച്ചു. നീ തന്നെ ചിരിച്ച് പണി മേടിച്ച ആളാണ് സാറ. വിശ്വാസത്തിനെതിരെ ചിരിച്ച് പണി മേടിച്ചതാണ്. കാര്യം ഇസ്മായേൽ ജനിച്ചു കഴിഞ്ഞപ്പോഴേ ഇസഹാക്ക് ജനിച്ച് അത് കഴിഞ്ഞ് ഇസ്രായേൽ. അപ്പോൾ അവന് എത്ര വയസ്സുണ്ട്? ഈ ഇസഹാക്ക് ജനിക്കണ കാലത്ത് അവന് 11, 9, 14 വയസ്സുണ്ട്. 14 വയസ്സുള്ള ഇസ്മായേലിൻ്റെ കൂടെ 1 വയസ്സുള്ള ഇസഹാക്ക് കഴിക്കുമ്പോൾ മിക്കവാറും അവൻ്റെ കണക്കിനൊക്കെ പോയിച്ച് കാണും. ആര്? ഇസഹാക്കിൻ്റെ പണി മേടിച്ച്. ആ ചിരിച്ച് പണി മേടിച്ചതാണ്. ചിരിച്ച് പണി മേടിച്ചു. അപ്പോഴാണ് പറഞ്ഞു ഇവരെ കളഞ്ഞില്ല, പറ്റത്തില്ലെന്ന് പറഞ്ഞാണ്. അങ്ങനെ കളഞ്ഞു. പക്ഷേ സാറായുടെ വാക്ക്, ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ വില കൊടുത്തു എബ്രാഹാം. ഒന്നുറങ്ങിയാൽ തീരണ പ്രശ്നമല്ലത്. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് അവൻ പറയണ പോലെ ചെയ്യണതാണ്. അവൻ പറഞ്ഞതുപോലെ ചെയ്തോളാമെന്നാണ് സീനായ മലമുകളിൽ നിന്നുകൊണ്ട് താഴെ മോസസ് പറയുമ്പോൾ ജനങ്ങൾ എന്താ പറയണത്? കർത്താവ് പറഞ്ഞതുപോലെ ഞങ്ങൾ നിറവേറ്റിക്കൊള്ളാമെന്ന് ജനങ്ങൾ പറയണതാണ്.
ജനങ്ങൾ പറയുന്ന സ്ഥാനത്ത് നിന്നിരുന്ന ആരാണ്? എബ്രാഹമാണ്. എബ്രാഹാം ദൈവത്തിൻ്റെ വാക്ക് കേട്ടില്ല. സാറയുടെ വാക്കിന് ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ പ്രാധാന്യം കൊടുത്തപ്പോഴാണ് ഇസ്മേൽ എന്നുള്ള ആ വ്യക്തി ജനിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രാഹത്തിന് സമാധാനം അനുഭവിക്കാൻ പറ്റാതെ വന്നത്. പിന്നെ അടിപൂരമല്ലേ കുടുംബത്തിൽ, കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് കുടുംബത്തിൽ ഉണ്ടാക്കുന്നത്. അത് ഇതെല്ലാം ഇരന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ എബ്രാഹാം ഒരിക്കലും എബ്രാഹത്തിൻ്റെ വിശ്വസ്തത എബ്രാഹാം കളഞ്ഞു കുളിച്ചപ്പോഴേ ദൈവം വിശ്വസ്തനായിട്ട് നിന്നു. പക്ഷേ ദൈവം വിശ്വസ്തനായിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? റീടെസ്റ്റ് എഴുതാൻ പറയും. ഒരു പരീക്ഷ തോറ്റില്ലേ? ദൈവത്തിൻ്റെ വാക്കിനെ വില കൽപ്പിക്കാതെ സാറയുടെ വാക്ക് വില കൽപ്പിച്ചുകൊണ്ട് വിശ്വസ്തതയിൽ എബ്രാഹാം പരാജയപ്പെട്ടില്ലേ? എന്നിട്ടും ദൈവം വിശ്വസ്തനായി നിന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കാമെന്നൊന്നും വിചാരിക്കരുത്. ദൈവം പറഞ്ഞ് നിനക്ക് അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാണെങ്കിൽ നീ റീടെസ്റ്റ് ചെയ്യണം. എന്താണ്? ഇസഹാക്കിനെ കൊല്ലണം. പോരെ? ഇരന്ന് പണി മേടിച്ചാണ് സംഭവം. അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസ്ഥനെ അവിശ്വസ്തത കാണിച്ചാൽ ഈ ഭൂമി വെച്ച് നിങ്ങളെക്കൊണ്ട് തന്നെ ദൈവം വിശ്വസ്തത പാലിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ നൽകുമ്പോൾ നിങ്ങൾ ബോധപൂർവ്വം ഉറച്ചു നിൽക്കുന്ന അതിനെ അതിജീവിക്കണം. സ്റ്റാൻഡ് അപ്പ് ടു ഹിം സ്ട്രോങ് ഇൻ ഫെയ്ത്ത് എന്ന് എന്തുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്? ഇങ്ങനെ എന്തെങ്കിലും ഉടമ്പടിക്കാലത്ത് എന്തെങ്കിലും അവിശ്വസ്ത വന്നു പോയിട്ടുള്ളവരെ, ഇപ്പോൾ അനുവിനെപ്പോലെ കണ്ടില്ലേ? അനു ഉടമ്പടി 3 പ്രാവശ്യം എടുത്ത് 3 പ്രാവശ്യം ഉഴപ്പി കുഞ്ഞിനെ കൊടുത്തു. പക്ഷേ 6 മാസമായിപ്പോയി. പിന്നെ എന്ത് ചെയ്ത്? പിന്നെ ഉടമ്പടി ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ കുഞ്ഞിനെ അവർക്ക് കൊടുത്തത്. അനുഗ്രഹത്തിന് ഉടമ്പടി എടുക്കേണ്ട കാര്യമില്ല, അത് ജനറ്റിക്കായിട്ട് ഉള്ളതാണ്. നമ്മളെന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്? അനുഭവിക്കാനുള്ള യോഗ്യതയ്ക്കാണ്. എന്ത് അനുഗ്രഹം കിട്ടിയാലും അനുഭവിക്കാൻ യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ അനുഗ്രഹം കിട്ടിയിട്ട് എന്നാ കാര്യം? കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുന്നു, നിങ്ങളെ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. എൻ്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത് നിങ്ങൾ പറയരുത്. ഈശോ എന്താ പറഞ്ഞത്? ഒരു അനുഗ്രഹത്തിന് വേണ്ടി, ഒരു ജോലി കിട്ടാൻ വേണ്ടി, ഒരു വീട് കെട്ടാൻ വേണ്ടി, ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു അനുഗ്രഹത്തിന് വേണ്ടി എന്നെ തിരഞ്ഞെടുത്തെന്ന് പറയരുത്. മറിച്ച് ഉടമ്പടിയിലൂടെ ആയാലും ഈ ബന്ധത്തിലൂടെ ആയാലും വാട്ട് ഈസ് ഹാപ്പൻ ആക്ച്വലി ഐ ഹാവ് ചോസൺ യു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ എന്തിനാണ് തിരഞ്ഞെടുത്ത്? ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്താൽ, ദൈവം നിങ്ങളുടെ ഉടമ്പടി ഉറപ്പുവരുത്തിയാൽ, ദൈവം നിങ്ങളുടെ ഉടമ്പടി വിശ്വസ്തത കാണിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നിലനിൽക്കുമെന്ന് യോഹന്നാൻ 15:16 എന്താ പറയണത്? ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുക, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കല്ല ചെയ്തത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പ്രകടിപ്പിക്കുവാനും നിങ്ങളുടെ ഫലം അതെന്ത് തന്നെയായാലും അത് നിലനിൽക്കാനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവെന്ന്. ദൈവത്തിൻ്റെ നിയോഗത്തോടു കൂടി നമ്മുടെ അനുഭവങ്ങൾ നിലനിൽക്കാൻ വേണ്ടി, നമ്മുടെ അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ദൈവം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്, ദൈവം നമ്മുടെ ഉടമ്പടി സ്ഥിരീകരിക്കുമ്പോഴാണ്. ഉടമ്പടി നമുക്ക് വേണ്ടത് സ്ഥിരീകരണമാണ്. സ്ഥിരീകരണത്തിന് കർത്താവ് നമ്മളോട് പ്രവർത്തിക്കണം. പ്രവർത്തനത്തെ എന്താ പറയുന്നത്? മത്തായി മർക്കോസിൻ്റെ സുവിശേഷം 16:20 എന്താണ്? അവരുടെ പ്രസംഗങ്ങൾ കേട്ട് കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. അവർ പ്രവർത്തിക്കുക മാത്രമല്ല അടയാളങ്ങൾ കൊണ്ട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഉടമ്പടി വേണ്ടത് സാക്ഷ്യങ്ങളാണ്. സാക്ഷ്യമില്ലാത്ത ഉടമ്പടി ദൈവത്തിൻ്റെ അടയാളമില്ലാത്തതാണ്, ദൈവത്തിൻ്റെ കൺകറൻസ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് എത്രയും വേഗം കണ്ണീരോടെ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ഉടമ്പടി സ്ഥിരീകരിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ ഉടമ്പടിക്ക് അടയാളം തരണമെന്ന് പ്രാർത്ഥിക്കണം. സോ ദാറ്റ് ഐ മേ ടെസ്റ്റിഫൈ യു, നിൻ്റെ ജീവന്, നിൻ്റെ പുനരുത്ഥാനത്തിന് ഞാൻ സാക്ഷിയാകാൻ വേണ്ടി എൻ്റെ ഉടമ്പടിക്ക് അടയാളം നൽകണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ഉടമ്പടിയെ സ്ഥിരീകരിക്കണമേ, എനിക്ക് അനുഭവിക്കാൻ യോഗ്യത തരണമേ. കർത്താവേ, എൻ്റെ ഉടമ്പടിയെ സ്ഥിരീകരിച്ചുകൊണ്ട് എനിക്ക് അടയാളം നൽകിക്കൊണ്ട് എൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ. ശ്രദ്ധിക്കട്ടെ. എൻ്റെ പേര് ജിനി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ തൃക്കൂരിന്ന് ഇടവകയിൽ വരിക. തൃക്കൂർ എന്ന് പറഞ്ഞ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് വന്നതും ഉടമ്പടി എടുത്തതും ജൂൺ മാസം 2023 ജൂൺ 24 ശനിയാഴ്ചയായിരുന്നു. ഞങ്ങളിവിടെ വരാനുണ്ടായ കാരണം എനിക്ക് 4.5 വർഷമായിട്ട് കുടലുകൾ ഒട്ടിപ്പിടിക്കുന്ന അസുഖമായിരുന്നു. എൻഡോമെട്രിയോസിസ് എന്ന് പറയും. 2018 ലെഫ്റ്റ് ഓവറിൽ ഒരു മുഴ വന്നു. അത് റിമൂവ് ചെയ്യണ സമയത്ത് വയറിലിരുന്ന് അത് പൊട്ടി ഫുള്ള് വയറിൽ സ്പ്രെഡായി. അന്ന് അവരത് റിമൂവ് ചെയ്തു, ലെഫ്റ്റ് ഓവറിയും മുഴയൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു. പക്ഷെ എനിക്ക് വയറുവേദന, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലുകാർ പറഞ്ഞത് സാധാരണ അങ്ങനെ സർജറി കഴിഞ്ഞാൽ കുടലുകൾ തമ്മിൽ ഒന്ന് സെറ്റാവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വേദനയാണ്. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മാസത്തിൽ ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് 3 മാസം അല്ലെങ്കിൽ 6 മാസം എൻ്റെ അവസ്ഥ പോലെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഓരോ സർജറിക്ക് ഓരോ ഇഞ്ചക്ഷനുകൾക്കും 3000-4000 രൂപ റേറ്റ് വരും. അത് കൂടാണ്ട് മെഡിസിനുകൾ വേറെയും തരും. കുറേ നാൾ ഞങ്ങളത് കഴിച്ചു നോക്കി, തീരെ കുറവില്ല. പിന്നെ കൂടി വന്നപ്പോൾ ഹോസ്പിറ്റലിൽ മാറ്റി കാണിച്ചു. തൃശ്ശൂർ തന്നെ ജൂബിലിയിൽ കാണിച്ചു. സർജനിയും ഗൈനക്കിനെയും ഒരുമിച്ച് കാണണമെന്ന് പറഞ്ഞു.
ഒരുമിച്ച് 2 ഡോക്ടർമാരെയും ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഗൈനക്ക് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, സർജൻ്റെ കേസാന്ന് പറഞ്ഞു. സർജൻ പറഞ്ഞു ഗൈനക്കിൻ്റെ കേസാണ്, സർജൻ ഇതിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ 10 ദിവസം ഇഞ്ചക്ഷനും മരുന്നായിട്ട് ഞങ്ങളെ അഡ്മിറ്റാക്കി. വേദന കൂടും, ഇവർ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഞാൻ ഉറങ്ങും. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെയും കരച്ചിലാണ്. അപ്പോൾ ഡോക്ടറുടെ ഇതിൽ ഞാൻ അഭിനയിക്കുകയാണ് വേദന. എനിക്ക് ഈ പറയത്തക്ക അസുഖമൊന്നുമില്ല. MRI സ്കാൻ എടുത്തതിൽ റിസൾട്ടിൽ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ അവർ പറഞ്ഞു വീട്ടിലെന്തെങ്കിലും പ്രശ്നമുള്ള കാരണമായിരിക്കും ഈ കുട്ടി ഇങ്ങനെ പെരുമാറണേ, കാരണം വീട്ടിൽ പോകാൻ ഇഷ്ടമില്ലാത്ത കാരണം. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ച് സംസാരിച്ച് പറഞ്ഞു വീട്ടിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, കാരണം ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ പോവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. ഈ കുട്ടീനെ കൗൺസിലിങ്ങിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി വേറെ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സർജറി ചെയ്ത് കഴിഞ്ഞാൽ കീ ഹോൾ ചെയ്ത് ക്യാമറ ഇറക്കി നോക്കിയാൽ വയറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അവസ്ഥ ഉണ്ടെങ്കിൽ ഞങ്ങളത് മാറ്റിത്തരാം, ഇല്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ നമുക്കൊരു സർജറി ചെയ്ത് നോക്കാം, എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സർജറി ചെയ്യാൻ ഡോക്ടർ ഡേറ്റ് തന്നു. പിറ്റേ ദിവസം സർജറി ചെയ്തു. സർജറി കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വയറിൻ്റെ ഉള്ളിൽ കുടൽ, ഓവറി, യൂട്രസ്, ട്യൂബ്, ബ്ലാഡർ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിട്ട് ഒരു ഫുട്ബോൾ പോലെ കിടക്കുന്നുണ്ടായിരുന്നേ, അതിൻ്റെ ആയിരുന്നു വേദന എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളതൊക്കെ ഇടിയിപ്പിച്ച് ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ട്രീറ്റ്മെൻറ്റ് കുറച്ച് നാൾ തുടരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെയും കുറേ നാൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളായിട്ട് കണ്ടിന്യൂ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ വേദന സെയിം അവസ്ഥ തന്നെയായിരുന്നു, കൂടി വരുന്നു. ഛർദി, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എനിക്ക് കുറച്ച് നേരം നടക്കാനോ കുറച്ച് യാത്ര ചെയ്യാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥ. വീണ്ടും ഞങ്ങളവിടെ വേറെ ഡോക്ടറെ മാറ്റി കാണിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഇപ്പോൾ ഒരുവിധം ഒട്ടിപ്പിടിച്ച അവസ്ഥയിലായിരുന്ന കാരണം വീണ്ടും ഇത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, നമുക്ക് വീണ്ടും സർജറി ചെയ്ത് കുടൽ പിടിപ്പിച്ചിടാം, വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ അവർ പറഞ്ഞു നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കാം, ഇഞ്ചക്ഷനുകളായിട്ടും മരുന്നുകളായിട്ടും. ഏതെങ്കിലും മരുന്ന് ഫലിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് തുടർന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ മരുന്നുകളും ഇഞ്ചക്ഷനൊക്കെ ചെയ്തു, എന്നിട്ടും എനിക്ക് വേദന മാറണില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞൊരു സജഷൻ, എനിക്ക് ഞരമ്പുകൾ തരിപ്പിച്ചിടാന്ന് പറഞ്ഞു. അതായത് തലച്ചോറിലേക്ക് നമ്മുടെ വേദനയുടെ സെൻസ് അറിയുന്ന ഞരമ്പ് സെലക്ട് ചെയ്തിട്ട് ആ ഞരമ്പ് തരിപ്പിച്ചിടാം, അപ്പോൾ പിന്നെ എനിക്ക് വയറിൻ്റെ ഉള്ളിൽ വേദന അറിയില്ല. അല്ലെങ്കിൽ പിന്നെ റേഡിയേഷൻ പോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് അത് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് രണ്ടും ചെയ്തതിൽ ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല, സൈഡ് എഫക്റ്റ് ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞ കാരണം ഞങ്ങൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ പറഞ്ഞു തീരെ പറ്റണില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ മോള് വേദന സഹിക്കി, തീരെ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമുക്ക് വീണ്ടും സർജറി ചെയ്യാം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സർജറി ചെയ്യുന്നത് റിസ്ക്കാണ്, കാരണം കുടൽ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ കുടൽ മുറിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ വയറ് മോശം പോകാനൊക്കെ ബാഗ് ഇടേണ്ടി വരും, വയറുമ്മ ഹോളുണ്ടാക്കണം, അപ്പം അതൊക്കെ റിസ്ക്കാണ്. അപ്പോൾ അത് കാരണം പരമാവധി വേദന സഹിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പരമാവധി സഹിച്ചു കൊണ്ട് നടന്നു. തീരെ പറ്റാണ്ടായപ്പോൾ വീണ്ടും സർജറി ചെയ്തു, കുടൽ പിടിപ്പിച്ചിട്ടു. 1 മാസം ആകുമ്പോഴത്തേനും വീണ്ടും വേദന തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള എല്ലാ പരീക്ഷണവും ഞാൻ ചെയ്തു, ഇനിയൊന്നും എനിക്ക് ചെയ്യാനില്ല, നിങ്ങൾക്ക് വേറെ കംഫർട്ടായിട്ട് ഏതെങ്കിലും ഡോക്ടർമാരെ കാണുകയാണെങ്കിൽ നിങ്ങൾ അവരെ കണ്ടോ, കാരണം എനിക്കിനിയൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടു. ലാസ്റ്റ് അവർ പറഞ്ഞൊരു ഓപ്ഷൻ യൂട്രസൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ 100% അത് മാറും എന്നുള്ളൊരു ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾ എറണാകുളം രാജഗിരിയിൽ പോയിട്ട് യൂട്രസും ഓവറി, ട്യൂബ് അങ്ങനെ എല്ലാതും ഇതിൻ്റെ ഉള്ളിൽ കളയാൻ പറ്റാവുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് കളഞ്ഞു, എന്നാലെങ്കിലും ഇത് മാറുമല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് 6ാമത്തെ മാസം കറക്റ്റ് വേദന തുടങ്ങി. ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി എനിക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, എനിക്കെന്നല്ല മെഡിക്കൽ സയൻസിൽ ഇതിലൊന്നും ചെയ്യാനില്ല, കാരണം ഇതിൽ വിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എടുക്കാനുമില്ല, അപ്പോൾ നിങ്ങളിനി നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിട്ടു. അങ്ങനെ കുറേ നാൾ വേദനയായിട്ട് ഞാൻ ആയുർവേദം ഹോമിയോ ഇതിനിടയിലെല്ലാം പരീക്ഷിച്ചു, അതിൽക്കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ തന്നെയായിരുന്നു. അങ്ങനെ ഈ വേദന സഹിച്ച് കുറേ നാൾ നടന്നു. അപ്പോൾ ഒരു ഫ്രണ്ടായിട്ട് പറഞ്ഞു കോയമ്പത്തൂർ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഇതിന് സെയിം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർക്ക് അവിടെ ചെന്നിട്ട് മാറി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് നമുക്ക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ മാറണതാണ്. വീണ്ടും സർജറി കൂടി അവിടെ ചെയ്തു, കുടൽ ഒട്ടിപ്പിടിച്ചത് പിടിപ്പിച്ചു, അപ്പൻഡിക്സിൻ്റെ ഉണ്ടായിരുന്നു അത് റിമൂവ് ചെയ്തു. അവൾ പറഞ്ഞു ഇനി ഇത് പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വിട്ട്. കറക്റ്റ് 15 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പഴയതിനേക്കാട്ടും മോശം അവസ്ഥയിൽ വേദന തുടങ്ങി. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ അവർ പറയണേ അവർക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, കാരണം
എല്ലാവരും എൻ്റെ ഇതാ പറയണേ, എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഇനി വരേണ്ട കാര്യമില്ല, കാരണം ഒക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു, ഇനി ഇത് ഒട്ടിപ്പിടിക്കാനായാലും ഇത്ര പെട്ടെന്ന് ഒട്ടിപ്പിടിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ നിൽക്കണേ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾ ശരിക്ക് ഗതിമുട്ടിയ അവസ്ഥയിലായി, എല്ലാം കൊണ്ടും ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നു. അപ്പോൾ ഞങ്ങളോട് കുറേ ആൾക്കാരായി കൃപാസനത്തിനെ കുറിച്ച് പറയണു, ഇവിടുത്തെ പേപ്പർ കൊണ്ടുവന്ന് തരും. ഞാൻ യൂട്യൂബിലൊക്കെ അതിൻ്റെ സാക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. രാത്രി ഉറക്കില്ലാണ്ടിരിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ഫോണിൽ തന്നെയാണ് ഫുൾ ടൈം. പക്ഷെ ഇങ്ങോട്ട് വരാൻ ഞങ്ങൾക്ക് എന്തോ ദൂരം കൂടുതലുള്ള കാരണം എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ എല്ലാവരോടും പറയും, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എല്ലാവരുടെയും ഉണ്ട്, കൃപാസനത്തിൽ വന്നാൽ മാത്രമല്ലല്ലോ ഇത് മാറുള്ളൂ എന്ന് പറഞ്ഞിരിക്കാറ്. പക്ഷേ എന്തോ എനിക്ക് എവിടെ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു ഇതുമില്ല. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു കൃപാസനത്തിലൊന്ന് വന്ന് നോക്കാം, കാരണം ഒരു വിശ്വാസമില്ല, കാരണം മാതാവിൽ വിശ്വാസമുണ്ട്, പക്ഷെ എൻ്റെ ഈ അസുഖം മാറുന്നുള്ള കാര്യത്തിൽ ഒരു വിശ്വാസമില്ലായിരുന്നു. വെറുതെ വരാം, എങ്ങാനും കുറച്ച് വേദന കുറഞ്ഞെങ്കിൽ നമുക്ക് പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൃപാസനത്തിൽ വരാൻ തയ്യാറായേ. അങ്ങനെ കൃപാസനത്തിൽ വന്ന ദിവസം എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഇവിടെ വരണേൻ്റെ മുന്നേ തുടങ്ങി വേദന കൂടുതലും, ബി പി കുറഞ്ഞു, ഷുഗർ കൂടി, ഛർദി, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. ഉടമ്പടി എടുക്കാനായിട്ട് ടോക്കൺ എടുക്കാൻ നിൽക്കുന്നിടത്ത് ഞാൻ അവിടെ ഇരിക്കാനും ഒന്നിനും സ്ഥലമില്ലാണ്ട അവസ്ഥയിൽ ഞാൻ അവിടെ മരത്തുമ്മേ ചാരി നിന്നിട്ട് കരഞ്ഞു, ബഹളമായി. എനിക്ക് ദേഷ്യവും വിഷമവും ഒക്കെ കൂടിയായി. ഞാൻ ചേട്ടനോട് പറഞ്ഞു, നമുക്ക് ഉടമ്പടി എടുക്കണ്ട, കൃപാസനത്തിൽ നമ്മൾ വന്നല്ലോ, മാതാവിനെ കണ്ടിട്ടുണ്ട്, മാതാവിന് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറ്റട്ടെ, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് അത്രയും വേദനയായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്തായാലും നമ്മൾ ഇത്ര ദൂരം വന്നു, ഇത്രയും ദൂരം ഇവിടെ വന്ന് ബുദ്ധിമുട്ടി നിന്നിട്ട് ഇത്ര നേരം നിന്നില്ലേ, നമുക്ക് എന്തായാലും ഉടമ്പടി എടുക്കാം, നിനക്ക് പറ്റും നിൽക്കാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിന്നതാണ്. അങ്ങനെ നിന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരു 11 മണിയായി രാത്രി. നല്ല വേദനയായിരുന്നു. പിറ്റേ ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോയി. പക്ഷേ ഈ വേദന വെച്ചിട്ട് ഇനി പള്ളിക്ക് പോയത്. എന്നിട്ട് ഞാൻ അവിടെ പള്ളിയിൽ ഇരുന്നപ്പോൾ മനസ്സിൽ തോന്നി എനിക്ക്, മാതാവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എല്ലാവരും പറയണു കൃപാസനത്തിൽ കാല് കുത്തുമ്പയ്ക്കനും അവർക്ക് വലിയ അത്ഭുതം നടക്കണു, ഭയങ്കര മാറ്റങ്ങൾ വരുന്നു. 5 കൊല്ലമായിട്ട് ഞാൻ ഇനി സഹിക്കണ വേദനയും ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് എന്തേ നിനക്ക് കാണാൻ പറ്റിയില്ലേ, ഇനി എന്തെനിക്കിനെ വേദന എന്ന് ചോദിച്ചു. അപ്പം മാതാവ് എൻ്റെ ഉള്ളിൽ എന്നോട് തിരിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ 4.5 വർഷം 5 വർഷമായിട്ട് ഇത്രയും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാൻ നിനക്ക് സമയമുണ്ടായി, ഇത്ര ഡോക്ടർമാർ പറഞ്ഞ സമയം പാലിക്കാൻ നിങ്ങൾക്ക് പറ്റി, എന്തുകൊണ്ട് മാതാവിന് കുറച്ച് സമയം കൊടുത്തുവിടാന്ന്. അങ്ങനെ തിരിച്ചെന്നോടൊരു ചോദ്യം ചോദിച്ചു. അപ്പം ഞാൻ അങ്ങനെ വീട്ടിലേക്ക് പോന്നു. പള്ളിയിലത്തെ കുർബാന കഴിഞ്ഞ് വീട്ടിൽ പോന്നു. ഞായറാഴ്ച വൈകുന്നേരം കിടന്നുറങ്ങി. തിങ്കളാഴ്ച കാലത്ത് നേരം വെളുത്തപ്പോൾ എനിക്ക് വേദനയില്ല. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ അങ്ങനെ ഒരു അരമണിക്കൂർ വേദന മാറി നിന്നിട്ടില്ല എനിക്ക്. അന്ന് തിങ്കളാഴ്ച കാലത്തോട്ട് എനിക്ക് വേദനയില്ല. ഞാനത് മൈൻഡിൽ നിന്ന് വിട്ടു, കാരണം എനിക്ക് ഫുൾ ടൈം വേദനയാണ്. ഞാൻ ആ ഒരു മൈൻഡിലാണ് ജീവിക്കണേ. ചൊവ്വാഴ്ചയും വേദനയില്ല. ചൊവ്വാഴ്ച വൈകുന്നേരം കിടന്നപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, എന്താണെന്നറിയില്ല, ഇന്നലെ തൊട്ട് എനിക്ക് വേദന തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. ചേട്ടനത് ഭയങ്കര ഒരു സന്തോഷമായി, കാരണം ഞാൻ ആദ്യമായിട്ട് എൻ്റെ വായന്ന് വേദന ഇല്ല എന്ന് പറയണേ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, സത്യമാണോ നീ പറയണേ ചോദിച്ചു. ആണ്, എനിക്ക് 2 ദിവസമായിട്ട് വേദന ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരോടും പറഞ്ഞു, എൻ്റെ വീട്ടിലായാലും എനിക്ക് 2 ദിവസമായിട്ട് വേദന ഇല്ല, ഞങ്ങൾ കൃപാസനത്തിൽ പോയി തിങ്കളാഴ്ച തൊട്ട് വേദന വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അതിങ്ങനെ എല്ലാവരും തമ്മിൽ പറഞ്ഞ് ഒരുവിധം എല്ലാവരും അറിഞ്ഞു. ഞങ്ങളുടെ ഇടവകയിലായാലും അയൽവക്കത്തായാലും എല്ലാവരും അറിഞ്ഞു എൻ്റെ വേദന മാറി എന്നുള്ളത്. പിന്നെ വ്യാഴാഴ്ചയ്ക്ക് ആയപ്പോൾ ചെറിയ വേദന വീണ്ടും തുടങ്ങി. അപ്പം ഞാൻ ആലോചിച്ചു, 2-3 ദിവസം വേദന ഇല്ലാണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇതെന്തേ വേദന വന്നേന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഉടമ്പടി പ്രാർത്ഥന രാവിലെ ചൊല്ലണ സമയത്ത് മാതാവിൻ്റെ ഫോട്ടോ, ഒരു കുഞ്ഞ് ഫോട്ടോ ഉണ്ട്, അതെടുത്തിട്ട് മാതാവിനോട് ചോദിച്ചു, 2 ദിവസം 3 ദിവസം എനിക്ക് വേദന ഇല്ലാണ്ട് കുഴപ്പമില്ലാണ്ട് ഇരുന്നു ഞാൻ, ഇപ്പം വീണ്ടും വേദന തുടങ്ങി. അപ്പം നിനക്കിത് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് വെറുതെയാണ്, നിനക്കിത് മാറ്റാൻ പറ്റും, അത് നീ എനിക്ക് തെളിയിച്ച് തന്നതാ, പിന്നെ എന്തേ എനിക്കിപ്പോൾ വേദന തുടങ്ങിയ വീണ്ടും ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഞങ്ങൾ ഇവിടെ വന്ന് മാറിക്കഴിഞ്ഞാൽ സാക്ഷ്യം പറയാമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ എന്നെ അറിയണവർ തമ്മിലോ എല്ലാവരോടും ഞാൻ പറയും. അപ്പോൾ അവർ പറയും, നീ മാറിക്കഴിഞ്ഞാൽ സാക്ഷ്യം പറയണട്ടാന്ന് പറയും. അത് ഞാൻ പറയാം, അത് കുഴപ്പമുള്ള കേസല്ല എന്ന് പറഞ്ഞ് അങ്ങനെ പറയാറുണ്ടെങ്കിലും മാതാവിനോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ സാക്ഷ്യം പറയാമെന്ന്. അപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ മാതാവ് എന്നോട് തിരിച്ച് ചോദിക്കുകയാണ്,
നീ എല്ലാവരോടും പറഞ്ഞു നിൻ്റെ മാറിയ നീ സാക്ഷ്യം പറയാമെന്ന്. നീ എന്നോട് പറഞ്ഞായിരുന്നാ നീ സാക്ഷ്യം പറയാന്നുള്ളത്? ഞാൻ നിനക്കിത് മാറ്റി തന്നു കഴിഞ്ഞാൽ നീ എനിക്ക് എൻ്റെ മുന്നിൽ സാക്ഷ്യം പറയാമെന്ന് നീ പറഞ്ഞിട്ടുണ്ടായി ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ തെറ്റാണ്, ഞാൻ സാക്ഷ്യം പറയാം, എനിക്കിത് മാറിയാൽ ഞാൻ സാക്ഷ്യം പറയണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ കിടക്കുമ്പോൾ എൻ്റെ വയറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തോ സാധനങ്ങൾ തമ്മിൽ എടുത്തിടണ പോലുള്ളൊരു അനക്കങ്ങൾ. വയറിൻ്റെ ഉള്ളിൽ മൊത്തം ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ അനങ്ങി നിൽക്കുക വയറ്. അപ്പോൾ എനിക്ക് ഓപ്പൺ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞോ മറിഞ്ഞ് കിടക്കുമ്പോൾ ഈ വയറ് തമ്മിൽ ഇങ്ങനെ അനങ്ങും. അപ്പോൾ ഡോക്ടർമാർ പറയും വയറിൻ്റെ കുടലുകൾ തമ്മിൽ സെറ്റ് ആവണതാണ്, അതാണ് ഈ അനക്കം വരണേന്ന്. അതേ സെയിം അനക്കം വയറിൻ്റെ ഉള്ളിലുണ്ടായി. അന്ന് തൊട്ട് ഇപ്പോൾ വരെ എനിക്ക് വേദന പിന്നെ വന്നിട്ടില്ല. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് എടുക്കാൻ പാടില്ല, 4 കിലോയിൽ കൂടുതൽ വെയിറ്റ് എടുക്കാൻ പാടില്ല, കുനിഞ്ഞ് നിന്നിട്ട് ജോലി ചെയ്യാൻ പാടില്ല, സ്റ്റെപ്പ് കയറാൻ പാടില്ല. ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ജോലിക്ക് പോണതല്ല ഇതിനേക്കാളും കൂടുതൽ വെയിറ്റ് എടുക്കുന്നുണ്ട്, സ്റ്റെപ്പ് കയറുന്നുണ്ട്, കുനിഞ്ഞ് നിന്നിട്ടുള്ള എല്ലാ പണി എടുക്കുന്നുണ്ട്. ഇതുവരെ ഒരു പ്രശ്നവുമില്ല. പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ പേടിയായിരുന്നു. വണ്ടി കാണുമ്പോഴത്തേനും എനിക്ക് കൈകാലം വരയ്ക്കും, BP ലോ ആവും, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ തൊട്ട് വണ്ടി എവിടെ കണ്ടാലും എനിക്ക് എടുക്കാൻ തോന്നും. വണ്ടി ഒരു ഇഷ്ടം തോന്നി തുടങ്ങി. അപ്പോൾ ഞാൻ ജോലിക്ക് വണ്ടിയുമ്മ പോയി തുടങ്ങി. മാതാവിന് 1000 നന്ദി. 12 വർഷമായിട്ട് രക്തസ്രാവം ബാധിച്ചിരുന്ന ഒരു സ്ത്രീയെ യേശു സുഖപ്പെടുത്തുന്നത് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് അവൾ പല സ്ഥലങ്ങളിലും ചികിത്സയ്ക്ക് പോയെങ്കിലും കൂടുതൽ വഷളാവുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. ജിനി പല ഹോസ്പിറ്റലുകളിൽ പോയി. തൃശ്ശൂരിൽ തന്നെ 14 ഹോസ്പിറ്റലിൽ പോയി എന്നാണ് പറയുന്നത്. അതുകൂടാതെ കോയമ്പത്തൂർ മറ്റ് സ്ഥലങ്ങളിലെല്ലാം ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നടക്കുകയാണ്. പല ഡോക്ടേഴ്സും മെഡിക്കൽ റിപ്പോർട്ട് വായിച്ചതിന് ശേഷം പറയുന്നത് ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അവസാനത്തെ ആശ്രയമായിട്ടാണ് അവർ കൃപാസനത്തിൽ വരുന്നത്. ഇവിടെ ശനിയാഴ്ച വന്നു, ഞായറാഴ്ച വേദന കുറഞ്ഞു തുടങ്ങി, തിങ്കളാഴ്ച തൊട്ട് വേദന ഇല്ല എന്നുള്ളത്. ദൈവം വലിയൊരു സൗഖ്യമാണ് ഈ സഹോദരിക്ക് കൊടുത്തത്. നിയമവർത്തനം 7:15 കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും നീക്കിക്കളയും. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ സഹോദരിക്കും കുടുംബത്തിനും നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.